ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഫോറസ്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഫോറസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് അല്ലെ, ഫോറസ്റ്റ് ഡീഫോറസ്റ്റേഷന്റെ ഇൻഫ്ലുവൻസ് പറഞ്ഞു, അത് ആൾക്കാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ത്യക്ക് സിമിലർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എങ്ങനെയാണ് ജാവയിലെ കാര്യങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. സോ ഡച്ച് സയന്റിഫിക് ഫോറസ്ട്രി. അപ്പൊ ജാവ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇന്തോനേഷ്യയിലെ ഒരു സ്ഥലമായിരുന്നു. അവിടുത്തെ ഒരു ടീം ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നന്നായിട്ട് വുഡ് കട്ടിംഗ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരുന്നു. ഇവിടെ ഡച്ചിന്റെ ഒരു സുപ്പീരിയോറിറ്റി വന്നു അല്ലെ. അവിടെ ഒരു ഇമ്പീരിയലിസം വന്ന സമയത്ത് എന്താണ്, ഡച്ചുകാർക്ക് ഇവരുടെ ഹെൽപ്പ് വേണം. പക്ഷെ ഇവര് റെഡി ആയിരുന്നില്ല. അങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്തപ്പോഴും ഡച്ച് തന്നെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്. നോക്കിക്കോ നിങ്ങൾ, ഡച്ച് സയന്റിഫിക് ഫോറസ്ട്രി. In the 19th century, when it became important to control territory and not just people, the Dutch enacted forest laws in Java, restricting villagers' access to forests. അപ്പം 19th centuryയിൽ when it became important to control territory and not just people, അപ്പോൾ അവർക്ക് ആൾക്കാരെ മാത്രമല്ല, അവർക്ക് ആ ഒരു ടെറിട്ടറിയും കൂടെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു സ്റ്റേജ് ആയ സമയത്ത് ഡച്ച് എന്ത് ചെയ്തു? ജാവയില് ഇന്ത്യയില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പോലെ ഡച്ചുകാര് ജാവയിൽ എന്ത് കൊണ്ടുവന്നു? ഫോറസ്റ്റ് ലോ കൊണ്ടുവന്നു. റെസ്ട്രിക്റ്റിംഗ് വില്ലേജേഴ്സ് ആക്സസ് ടു ഫോറസ്റ്റ്. വില്ലേജേഴ്സിന് ഫോറസ്റ്റിലുള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട്. നൗ വുഡ് കുഡ് ഓൺലി ബി കട്ട് ഫോർ സ്പെസിഫൈഡ് പർപ്പസസ്. ഇനി വുഡ് എങ്ങനെയാ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ? നൗ wood could only be cut for specified purposes like making river boats or constructing houses. ഇനി wood എങ്ങനെ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ? Now wood can only be cut for specified purposes like making river boats. river boat ഉണ്ടാക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ or constructing houses, വീടുകൾ കൺസ്ട്രക്ട് ചെയ്യാനോ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? wood കട്ട് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ എന്നായി. And only from specific forests under close supervision. അതുപോലെ തന്നെ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ മുറിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ടൊരു സൂപ്പർവിഷന്റെ കീഴിൽ മാത്രം അല്ലെ, ഡച്ച് ആണ് ഓൺ ചെയ്യുന്നത്. ആ ഡച്ചിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ആ ഒരു ഫോറസ്റ്റ് ലോ അവര് കൊണ്ടുവരുന്നത്. So, villagers were punished for grazing cattle in young stands, transporting wood without a permit, or traveling on forest roads with house carts or cattle. അപ്പം ഇന്ത്യയിലെ ഒരു സിമിലർ കണ്ടീഷൻ അല്ലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം എന്താണ് പറയുന്നത്? വില്ലേജേഴ്സിന് എന്ത് ചെയ്യാൻ പാടില്ല? കാറ്റിൽ ഗ്രേസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. they were punished for പണിഷ് ചെയ്തു for grazing cattle in young stands, ട്രാൻസ്പോർട്ടിങ് വുഡ് വിത്തൗട്ട് എ പെർമിറ്റ് പെർമിറ്റ് ഇല്ലാതെ വുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഓർ ട്രാവലിംഗ് ഓൺ ഫോറസ്റ്റ് റോഡ്സ് വിത്ത് ഹോഴ്സ് കാർട്ട്സ് ഓർ കാറ്റിൽ. ഫോറസ്റ്റ് റോഡിൽ ഹോഴ്സ് കാറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഹോഴ്സ് കാർട്ട്സ് വെച്ചിട്ടോ ഒന്നും ട്രാവൽ ചെയ്യാനും പാടില്ല എന്നൊക്കെ ഈ ഒരു ഫോറസ്റ്റ് ലോ വരുന്ന വഴി ലീഗലൈസ് ചെയ്യാണ് ചെയ്യുന്നത് ഡച്ചുകാർ. ഓക്കെ, സോ ഇന്ത്യയുടെ ഒരു സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? ഡച്ചിന്റെ ഒരു ഇൻവേഷൻ വന്നതോടുകൂടി ഡച്ച് അവിടെ എന്ത് ചെയ്യാൻ പോവാണ്? കുറച്ചും കൂടി അവിടെ ലോസ് ലീഗലി അവരെ എന്ത് ചെയ്യണം? അവരുടെ ടെറിട്ടറി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ലോസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആസ് ഇൻ ഇന്ത്യ, the need to manage forests for shipbuilding and railways led to the introduction of a forest service. ഇന്ത്യയിലെ പോലെ തന്നെ as in India, the need to manage forests for shipbuilding and railways led into the introduction of a forest service. അപ്പൊ അവിടെയും എന്ത് പറയാണ്? ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് വന്നിട്ടില്ലേ? അതുപോലെ തന്നെ ഇവിടെയും എന്താണ്? ഒരു ഫോറസ്റ്റ് സർവീസിന്റെ ഇൻട്രഡക്ഷന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇൻ 1882 എത്രയാ? 2,80,000 sleepers were exported from Java alone. 1882 ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മരങ്ങൾ അങ്ങനെ എക്സ്പോർട്ട് ആയില്ലേ? അതുപോലെ തന്നെ 1882 ജാവയിൽ നിന്നും ഡച്ച് പീപ്പിൾ എന്ത് ചെയ്യാണ്? 2,80,000 സ്ലീപ്പേഴ്സ് എന്ത് ചെയ്യാണ്? എടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ജാവയിൽ നിന്ന് മാത്രമായിട്ട് അല്ലെ, ഈ റെയിൽവേ കൺസ്ട്രക്ഷനും അതിനു വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഷിപ്പിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുകയാണ്. However,
all these required labor to cut the trees, transport the logs and prepare the sleepers. അല്ലെ, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഒരു കാര്യം നടക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരം മുറിക്കണം, അല്ലെ, ട്രീ കട്ട് ചെയ്യണം, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെ, ഇത്തരം ആവശ്യങ്ങളില്ലേ. ഇപ്പൊ മരം ഇവർക്ക് അവരുടെ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ നടക്കണ്ടേ. ദ ഡച്ച് ഫേസ്റ്റ് ഇമ്പോസ്ഡ് റെന്റ്. അപ്പം അതിന് ആ ഒരു പർട്ടിക്കുലർ ആൾക്കാർ തന്നെ വേണം, അല്ലെ, അവർക്കാണ് കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതിന് വേണ്ടിയിട്ട് ഡച്ച് എന്താ ചെയ്തേന്ന് നോക്കിയേ. ദ ഡച്ച് ഫേസ്റ്റ് ഇമ്പോസ്ഡ് റെന്റ്സ് ഓൺ ലാൻഡ് ബീയിങ് കൾട്ടിവേറ്റഡ് ഇൻ ദ ഫോറസ്റ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്ട്രാറ്റജി, അല്ലെ, അവരെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, അവരുടെ ഹെൽപ്പ് ഡച്ചിന് വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഡച്ച് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, അവര് ഫസ്റ്റ് തന്നെ അവര് കൾട്ടിവേറ്റ് ചെയ്യുക, അല്ലെ, അവര് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. അപ്പം കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭൂമി വേണ്ടേ. അവരാ കൾട്ടിവേറ്റ് ചെയ്യുന്നതിന്റെ മുകളിൽ ഡച്ച് എന്ത് ചെയ്തു, റെന്റ് പറഞ്ഞു. ഓക്കെ, first imposed rents on land being cultivated in the forest and then exempted some villages from these rents if they worked collectively to provide free labor and buffaloes for cutting and transporting timber. അപ്പം ഇവരെന്താ അതിന് ട്രിക്കിയാണ്, അല്ലെ, വളരെ ട്രിക്കിയാണ്. ഇവരുടെ ഹെൽപ്പ് ഇവർക്ക് വേണം. അതിന് വേണ്ടിയിട്ട് അവരുടെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ കൾട്ടിവേഷൻ ചെയ്യുന്ന ലാൻഡിന് ഇവര് റെന്റ് നിശ്ചയിച്ചു. ഇനി റെന്റ് അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇത്രയും ഹ്യൂജ് ആയിട്ടൊരു റെന്റ് ഒക്കെ പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ല, അവർ സാധാരണ ആൾക്കാരാണ്, അല്ലെ. അപ്പം അവരോട് പറഞ്ഞു, ഞങ്ങൾ റെന്റ് ഒഴിവാക്കി തരാം. എന്താണ്, നിങ്ങളുടെ മാനുവൽ പവർ, അല്ലെ, നിങ്ങൾക്ക് മരം, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ മരം മുറിക്കാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ബഫലോസിനെയൊക്കെ തരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെന്റ് ഞങ്ങൾ ഒഴിവാക്കി തരാം. അങ്ങനെ ചെയ്തു തരുന്ന ആൾക്കാർക്ക് മാത്രം എന്ത് ചെയ്തു തരാം, റെന്റ് ഒഴിവാക്കി തരാമെന്ന് പറയുകയാണ്. നോക്കിയേ നിങ്ങൾ, ഡച്ച് ഫസ്റ്റ് ഇമ്പോസ്ഡ് റെന്റ്സ് ഓൺ ലാൻഡ് ബീയിങ് കൾട്ടിവേറ്റഡ് ഇൻ ദ ഫോറസ്റ്റ് ആൻഡ് ദെൻ എക്സെംപ്റ്റഡ് സം വില്ലേജസ് from these rents if they worked collectively to provide free labor, അല്ലെ, പൈസ ഒന്നും വാങ്ങിക്കാതെ അവർ ഫ്രീ ലേബർ ചെയ്യണം, ആൻഡ് ബഫലോസ് ഫോർ കട്ടിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് ടിമ്പർ. ഓക്കെ, this was known as, ഇതിനെന്താ മക്കളെ പറയാ, ബ്ലാൻഡോങ് ഡയൻസ്റ്റൺ സിസ്റ്റം എന്നാണ് ഇതിനെ പറയുന്നത്. എന്താ പറയാ, ബ്ലാൻഡോങ് ഡയൻസ്റ്റൺ സിസ്റ്റം. ആ ഒരു സിസ്റ്റം നിങ്ങൾ ഓർത്ത് വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ബ്ലാൻഡോങ് ഡയൻസ്റ്റൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡച്ച് ഫസ്റ്റ് എന്താ പറഞ്ഞ to cut, അല്ലെ, to cut all these trees, അല്ലെ, they require, the Dutch people require labor to cut the trees in order to construct shipbuilding and railways, അല്ലെ. So they have to transport the logs and prepare the sleepers. So the Dutch first imposed the rents on land being cultivated in the forest and then exempted some villages from these rents if they worked collectively to provide free labor and buffaloes for cutting and transporting timber. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, ഉണ്ടോ ഞാൻ പറഞ്ഞു. Later, instead of rent exemption, forest villagers were given small wages. കുറച്ച് സമയം, അല്ലെ, അവരവരുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിയ സമയത്ത് ഈ സിസ്റ്റം നിങ്ങൾ പഠിക്കണം. അതിനുശേഷം എന്ത് ചെയ്തു, ഇൻസ്റ്റെഡ് ഓഫ് റെന്റ് എക്സംഷൻ ഫോറസ്റ്റ് വില്ലേജേഴ്സ് വെയർ ഗിവൺ സ്മോൾ വേജസ്. അവര് ഫോറസ്റ്റ് വില്ലേജേഴ്സിന് എന്ത് ചെയ്തു, വളരെ കുറഞ്ഞ രീതിയിൽ കുറച്ച് വേജസ് ഒക്കെ കൊടുക്കാൻ തുടങ്ങി. ബട്ട് ദെയർ റൈറ്റ് ടു കൾട്ടിവേറ്റ് ഫോറസ്റ്റ് ലാൻഡ് വാസ് റെസ്ട്രിക്റ്റഡ്. പക്ഷേ അവർക്ക് അപ്പോഴും ഫോറസ്റ്റ് ലാൻഡിൽ അവർ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു, അല്ലെ. ആ കൃഷി ചെയ്യാനുള്ള അവരുടെ ഫ്രീഡം എന്തായി, അവരുടെ ഒരു റൈറ്റ് ടു കൾട്ടിവേറ്റ് ഓൺ ഫോറസ്റ്റ് ലാൻഡ് എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു. പക്ഷെ അവർക്ക് കുറച്ച് വേജസ് കൊടുത്തു, പക്ഷെ അവരുടെ റൈറ്റ് ടു കൾട്ടിവേറ്റ് ഓൺ ഫോറസ്റ്റ് ലാൻഡ് എന്ത് ചെയ്യുക ചെയ്തത്, റെസ്ട്രിക്ട് ചെയ്യാണ് ചെയ്തത്. ഓക്കെ, ഇനി നമ്മൾ ചാപ്റ്റർ കഴിയാൻ പോവാണ്. കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാപ്റ്റർ നമുക്ക് കഴിയും. സോ സാമിൻസ് ചാലഞ്ച് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ വേണ്ടി പോകുന്നത്. സാമിൻസ് ചാലഞ്ച്. അറൌണ്ട് 1819 Surontica Samin of Randublatang village, a thick forest village, began questioning state ownership of the forest. അപ്പം ഈ ഒരു ആള് സാമിൻ, എന്താ സുറോണ്ടിക്കോ സാമിൻ എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യനിങ് സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് ദി ഫോറസ്റ്റ്.
ഫോറസ്റ്റിന്റെ സ്റ്റേറ്റ് ഓണർഷിപ്പിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അദ്ദേഹം എന്താ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ he argued that the state had not created the wind, water, earth and wood. അല്ലെ, ഈ വിൻഡിനെയും ഈ വെള്ളവും ഈ എർത്ത് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഈ വുഡ് ഇതൊക്കെ ആര് സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തതാണോ? അല്ലല്ലേ, നാച്ചുറായിട്ട് നമുക്ക് തരുന്നതാണ്. നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് നാച്ചർ തരുന്നതാണ്. വിൻഡ് ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഒക്കെ നാച്ചർ തരുന്നതാണ്, സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തതല്ല. സോ ഇറ്റ് കുഡ് നോട്ട് ഓൺ ഇറ്റ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിന് ഇതിന്റെ മുകളിൽ ഒരു അധികാരവും പറയാനുള്ള അവകാശവും ഇല്ല എന്നാണ് സാമിൻ എന്ത് ചെയ്യുന്നത്, ആർഗ്യൂ ചെയ്യുന്നത്. എന്താ നോക്കിക്കേ, ഹി ആർഗ്യൂഡ് ദാറ്റ് ദ സ്റ്റേറ്റ് ഹാഡ് നോട്ട് ക്രിയേറ്റഡ് ദ വിൻഡ്, വാട്ടർ, earth and wood. അല്ലെ, ഈ വിൻഡ് വാട്ടർ എർത്തും വുഡ് ഒന്നും സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്തല്ല. സോ ഇറ്റ് കുഡ് നോട്ട് ഓൺ ഇറ്റ്. സൂൺ എ വൈഡ് സ്പ്രെഡ് മൂവ്മെന്റ് ഡെവലപ്ഡ് amongst those who helped organize. It was Samin's sons-in-law. അപ്പം ഈ ഒരു ആവശ്യം അല്ലെ, സ്റ്റേറ്റ്സ് ഇതിന്റെ മുകളിൽ എന്താ ഇടപെടാൻ തുടങ്ങിയപ്പം സ്റ്റേറ്റ്സ് ഇതൊന്നും ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് നമുക്ക് നാച്ചുറലി ഉള്ളതാണ്, അതുകൊണ്ട് തന്നെ അതിന് ഓൺ ചെയ്യാനുമുള്ള റൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം ഒരു റിബലിയൻ പോലെ ഓർഗനൈസ് ചെയ്തു. ബൈ 1907 3000 ഫാമിലീസ് അല്ലെ, 3000ഓളം കുടുംബങ്ങള് എന്ത് ചെയ്തു, വേർ ഫോളോയിങ് ഹിസ് ഐഡിയാസ് അല്ലെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അല്ലെ, സ്റ്റേറ്റ്സിന് ഇതിൽ കയറി ഇടപെടാനുള്ള ഒരു റൈറ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് around 3000 families എന്ത് ചെയ്തു, അദ്ദേഹത്തിനെ അക്കമ്പനി ചെയ്തു. Some of the Saminists protested by lying down on their land when the Dutch came to survey it, while others refused to pay taxes or fines or perform labor. അപ്പം എങ്ങനെയായിരുന്നു ഇവരുടെ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നത്? കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, പിന്നെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്തത് some of the Saminists protested by lying down on their land അല്ലെ, ഡച്ച് സർവീസിന് വരുന്ന സമയത്ത് അവരുടെ ലാൻഡിൽ തന്നെ കിടന്നിട്ടും ആൻഡ് വൈൽ അതേഴ്സ് refused to pay taxes അല്ലെ, ഞങ്ങൾ ടാക്സ് തരത്തില്ല, ഞങ്ങൾ പേ ചെയ്യത്തില്ല, ടാക്സ് പേ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് ഞങ്ങൾ ലേബർ ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ടി ലേബർ ചെയ്യാൻ വില്ലിങ് അല്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പല തരത്തിലായിട്ടാണ് ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ വാർ ആൻഡ് ഡീഫോറസ്റ്റേഷൻ, വാറും ഡീഫോറസ്റ്റേഷനും. So the First World War and the Second World War had a major impact on forest. In India, working plants were abandoned at this time and the forest department cut trees freely to meet British war needs. അപ്പം ഫസ്റ്റ് വേൾഡ് വാർ ആയിക്കോട്ടെ സെക്കൻഡ് വേൾഡ് വാർ ആയിക്കോട്ടെ വലിയൊരു ഇമ്പാക്ട് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ഫസ്റ്റ് വേൾഡ് വാറിലൊന്നും നമ്മൾ ഡയറക്റ്റ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഫസ്റ്റ് വേൾഡ് വാറിന്റെ ഇമ്പാക്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ. കാരണം എന്താണ്, നമ്മൾ ബ്രിട്ടന്റെ കീഴിലായിരുന്നു, ബ്രിട്ടൻ ഫസ്റ്റ് വേൾഡ് വാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വേൾഡ് വാറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടന് വേണ്ട സാഹചര്യങ്ങൾ അല്ലെ, അവർക്ക് ഒരുപാട് വുഡ് അല്ലെ, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് വുഡ് ആവശ്യം വന്നു. അപ്പം അവരെന്ത് ചെയ്തു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്തു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കട്ട് ട്രീസ് ഫ്രീലി ടു മീറ്റ് ബ്രിട്ടീഷ് വാർ നീഡ്സ്. ഇനി നേരെ മറിച്ച് ജാവയിലായിക്കോട്ടെ, ഇൻ ജാവ ജസ്റ്റ് ബിഫോർ ദ ജാപ്പനീസ് ഓക്യുപ്പൈഡ് ദ റീജിയൻ ദ ഡച്ച് ഫോളോഡ് എ സ്കോച്ച്ഡ് എർത്ത് പോളിസി, destroying sawmills and burning huge piles of giant teak logs so that they would not fall into Japanese hands. അപ്പം ജാവയിലാണെങ്കിൽ അവരവിടെ ജാപ്പനീസ് വരുന്നതിന് മുമ്പ് ഡച്ച് എന്താ ചെയ്തത്, ഒരു സ്കോച്ച്ഡ് എർത്ത് പോളിസി, അവരെന്ത് ചെയ്തു, എല്ലാ സോമിൽസ് ഒക്കെ ഡിസ്ട്രോയ് ചെയ്തു. ബർണിങ് ഹ്യൂജ് പൈൽസ് ഓഫ് ജൈന്റ് ടീക്ക് ലോഗ്സ്. എന്തുകൊണ്ടാണ്, so that they would not fall into Japanese hands. അത് ജാപ്പനീസിന് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവര് ഇങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The Japanese then exploited the forest recklessly for their own war industries, forcing forest villagers to down forest. അപ്പം ജാപ്പനീസ് എക്സ്പ്ലോയിറ്റ് ചെയ്തു വീണ്ടും, ആൻഡ് മെനി വില്ലേജേഴ്സ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി ടു എക്സ്പാൻഡ് കൾട്ടിവേഷൻ ഇൻ ദി ഫോറസ്റ്റ്. കുറെ ആൾക്കാർ ആ സമയത്ത് ഫോറസ്റ്റ് കൾട്ടിവേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. After the war, it was difficult for the Indonesian Forest Service to get this land back. അപ്പം വാർ കഴിഞ്ഞു, ഇന്തോനേഷ്യൻ ഫോറസ്റ്റ് സർവീസിന് അവരുടെ ആ ലാൻഡ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്
ഭയങ്കര പ്രയാസമായിരുന്നു. ആസ് ഇൻ ഇന്ത്യ, പീപ്പിൾസ് നീഡ് ഫോർ അഗ്രികൾച്ചറൽ ലാൻഡ് ഹാസ് ബ്രോട്ട് ദം into conflict with the forest department's desire to control the land and exclude people from it. അപ്പം ഇന്ത്യയിൽ അതുപോലെ തന്നെയായിരുന്നു, അവിടെയും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ആൾക്കാരുടെ ആവശ്യം കൂടാണ് അല്ലെ. അപ്പൊ അവര് വേൾഡ് വാറിൽ കോൺസെൻട്രേറ്റ് ചെയ്ത സമയത്ത് എന്താണ് അവർക്ക് പിന്നെ ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതാണ് ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഫോറസ്ട്രി. ഫോറസ്ട്രിയിലുള്ള ന്യൂ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണ്? ന്യൂ ഡെവലപ്മെന്റ്സ് ഇൻ ഫോറസ്ട്രി. Since the 1980s, governments across Asia and Africa have begun to see that scientific forestry and the policy of keeping forest communities away from the forest has resulted in many conflicts. 1980s government across the Asia and Africa begun to see that, അതായത് സയന്റിഫിക് ഫോറസ്ട്രി വന്നില്ലേ, സയന്റിഫിക് ഫോറസ്ട്രി ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. And the policy of keeping forest communities away from forest has resulted in many conflicts. അല്ലെ, സയന്റിഫിക് ഫോറസ്ട്രി എന്ന് പറഞ്ഞിട്ട് അവരെന്താ ചെയ്തത് ഓൾറെഡി ഉള്ള നാച്ചുറലി ഉള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക, നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ അവർക്ക് വേണ്ടുന്ന സാധനം അല്ലെ പ്ലാന്റേഷൻ കൊണ്ടുവരിക ചെയ്തത്. Conservation of forest rather than collecting timber has become a more important goal. അല്ലെ, അവര് ജസ്റ്റ് അവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്ന ടിമ്പർ കളക്ഷൻ മാത്രമായിരുന്നു അല്ലെ. ആ ഫോറസ്റ്റ് അതുപോലെ കൺസർവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ ആവശ്യം നിറവേറുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതാ പറയുന്ന കൺസർവേഷൻ ഓഫ് ഫോറസ്റ്റ് rather than collecting timber has become a more important goal. The government has recognized that in order to meet this goal, the people who live near the forest must be involved. അപ്പം ആ ഒരു ഫോറസ്റ്റ് കൺസർവേഷൻ അല്ലെ, അത് കൺസേർവ് ചെയ്ത് അത് സേഫ് ആയിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? in order to meet this goal, the people who live near the forest must be involved. ആ ഫോറസ്റ്റിന്റെ അടുത്ത് ജീവിക്കുന്ന പീപ്പിൾ ആണ് ഇതിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. In many cases across India, from Mizoram to Kerala, dense forests have survived only because villagers protect them in sacred groves known as sarnas, devarakundu, കാൻ, റായ്. ഇതൊക്കെ അവർ സേക്രഡ് ഗ്രൂവ്സ് ആയിട്ടല്ലേ. മിസോറാം മുതൽ ഇന്ത്യന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മിസോറാം മുതൽ കേരളം വരെയുള്ള കുറേ സ്ഥലങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് സാക്രഡ് ഗ്രൂവ്സ് ആയിട്ടല്ലേ. നിങ്ങൾ കാവുകൾ എന്ന് കേട്ടിട്ടില്ലേ? കാവുകൾ എങ്ങനെയാ സൂക്ഷിച്ചു വെക്കുന്നത്? കാവുകൾ എന്ന് പറയുമ്പം എന്താണ്, അവിടെ ഒരു ദൈവശക്തി ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഹേർട്ട് ചെയ്യാൻ പാടില്ല അല്ലെ. അവിടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മരങ്ങളെ എങ്ങാനും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം വരുത്തും. അതുകൊണ്ട് മരങ്ങൾ, അവിടുത്തെ ഒരു പെർട്ടിക്കുലർ ഏരിയയിലുള്ള മരങ്ങളെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു വിശ്വാസം അല്ലെ. ഒരു ദൈവത്തിന്റെ ശക്തി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പല പല വിശ്വാസത്തിന്റെ പേരിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സാക്രഡ് ഗ്രൂവിനെ സൂക്ഷിച്ചു വെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അപ്പം അത് കൺസേർവ് ആയിട്ട് കിടക്കും. അപ്പം അങ്ങനത്തെ ഏരിയാസിനെയാണ് എന്ത് പറയുക, സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുക. അപ്പം ഇന്ത്യയിലെ മിസോറാം മുതൽ കേരളം വരെ ഇങ്ങനത്തെ സാക്രഡ് ഗ്രൂവ്സിനെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് വില്ലേജസ് പ്രൊട്ടക്റ്റഡ് ദം ഇൻ സാക്രഡ് ഗ്രൂവ്സ് നോൺ ആസ് സർനസ്, ദേവരകുണ്ടു, കാൻ, റായ്, എക്സെട്ര. Some villages have been patrolling their own forest with each household taking it in returns instead of leaving it to the forest guards. ഇപ്പൊ ചില വില്ലേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലതും പഠിക്കുന്നുണ്ട് അല്ലെ. വില്ലേജേഴ്സ് ആണ് അവിടുത്തെ ചേഞ്ചസ് ഫസ്റ്റ് മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ വില്ലേജേഴ്സ് ആണ് അവിടെ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, മരം മുറിക്കുന്നുണ്ടെന്ന് അവിടുത്തെ വില്ലേജേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ ന്യൂസ് കേൾക്കുന്നത് അല്ലെ. എന്താണ്, അവർ ഫോറസ്റ്റ് ഗാർഡിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ അവരവരുടെ വില്ലേജ് ഏരിയയിലുള്ള അവരവരുടെ ഫോറസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവർ തന്നെ എന്ത് ചെയ്യാണ്, മുൻകൈ എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുവഴിയും എന്ത് ചെയ്യുക, ഫോറസ്റ്റിനെ എന്ത് ചെയ്യുക, കൺസേർവ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു ഐഡിയ ആണ് അവിടെ. സോ ലോക്കൽ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റലിസ്റ്റ് today are thinking of different forms of forest management. അപ്പം ലോക്കൽ ഫോറസ്റ്റ് കമ്മ്യൂണിറ്റീസും എൻവയോൺമെന്റലിസ്റ്റ് ഒക്കെ ഇപ്പം ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മൾ തിങ്കിങ് ഓഫ് ഡിഫറെൻറ്റ് ടേംസ് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, ഫോറസ്റ്റിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്ത് വെക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്നത്.
ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടത്. ഒന്നും ഉണ്ടായിരുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്, ഒന്നുമില്ല. ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുന്ന സമയത്ത് ഡീഫോറസ്റ്റേഷൻ എന്താന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഡീഫോറസ്റ്റേഷൻ, കാടൊക്കെ പോക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, മെയിൻ ആയിട്ട് പോപ്പുലേഷൻ, ഫസ്റ്റ് ഇനീഷ്യലി പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്തപ്പോഴുള്ള കാര്യങ്ങള്, പിന്നെ റെയിൽവേസും പിന്നെ ഷിപ്പ് അല്ലെ, ഷിപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ വന്നു, അതുപോലെ തന്നെ റെയിൽവേസ് കൺസ്ട്രക്ട് ചെയ്യാൻ വന്നു. അത് ഫോറസ്റ്റ് ആക്ട് അല്ലെ, ഇന്ത്യയുടെ കേസിലാണെങ്കിൽ ഫോറസ്റ്റ് ആക്ട്, സയന്റിഫിക് ഫോറസ്ട്രി, ഇതൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും പഠിച്ചത് അല്ലെ. സയന്റിഫിക് ഫോറസ്ട്രി എന്തായിരുന്നു, അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്തായിരുന്നു അല്ലെ, ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, ഇഫക്ട് ഓൺ പീപ്പിൾ അല്ലെ, പീപ്പിളിന്റെ മുകളിൽ എന്തൊക്കെ ഇഫക്റ്റ് ആണ്, ഇഫക്ട് ഓൺ പീപ്പിൾ, പ്രൊട്ടസ്റ്റുകൾ പഠിച്ചു, ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള പ്രൊട്ടസ്റ്റുകൾ പഠിച്ചു. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്, ജാവയുടെ കാര്യം പറഞ്ഞു അല്ലെ, കേസ് ഓഫ് ജാവ ഇൻ ഇന്തോനേഷ്യ. ഡച്ചുകാരെ പറ്റി പഠിച്ചു. ഡച്ചുകാർ എന്തായിരുന്നു, ഡച്ച് ഇംപ്ലിമെന്റേഷൻസ് അല്ലെ, ഡച്ചുകാർ എന്തൊക്കെ കാര്യങ്ങളാണ് ജാവയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. ലാസ്റ്റ് നമ്മൾ നീഡ് ഓഫ് കൺസർവേഷൻ പഠിച്ചു അല്ലെ, നീഡ് ആൻഡ് മെത്തേഡ്സ് ഓഫ് കൺസർവേഷൻ. വുഡ് മാത്രമല്ല അല്ലെ, ഹണ്ടിങ് ആൻഡ് എക്സ്റ്റിങ്ഷൻ ഓഫ് എന്താണ്, ഡേഞ്ചറസ് സ്പീഷീസ് അല്ലെ, ഡേഞ്ചറസ് സ്പീഷീസിനൊക്കെ ഇഷ്ടം പോലെ ലെപ്പാർഡിനെയും ടൈഗേഴ്സിനൊക്കെ ബ്രിട്ടീഷ് കൊന്ന കഥകളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. എല്ലാ ആൾക്കാരും നന്നായിട്ട് എന്ത് ചെയ്യുക മക്കള്, നന്നായിട്ട് ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അല്ലെ, ഒരു കഥ പോലെ പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. നന്നായിട്ട് വായിക്കുക, പഠിക്കുക. ബാക്കി നമുക്ക് വേറൊരു ചാപ്റ്റർ പഠിക്കാം. ഓക്കെ, താങ്ക് യു.